Hello broskies, welcome back to my channel Hanuman Gear. അപ്പോൾ നമ്മൾ സാധാരണ ഈ ചാനലിൽ ചെയ്യാറുള്ള പോലെ ഒരു റിവ്യൂ അല്ല ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഒരു ഡീറ്റെയിൽ ഒരു വണ്ടിയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. അത് ഏത് വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഇതാണ്. ഈ നമ്പർ പ്ലേറ്റ് ഒന്ന് നോക്കിക്കേ. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലെങ്കിൽ ഈ വണ്ടിയുടെ ഓണർ ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മലയാളികൾക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട താരമായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. കുറേ നാൾ മുമ്പ് നമ്മളെ വിട്ടുപോയ നമ്മുടെ മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയായിരുന്നു ഇത്, ഈ ജാഗ്വാർ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു 50% പേരെങ്കിലും ഒരു 4 കൊല്ലം അല്ലെങ്കിൽ ഒരു 3.5 കൊല്ലം മുമ്പ് ഇത് പ്രളയത്തിൽപ്പെട്ട് ആ ഒരു രീതിയിൽ നശിച്ച ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ നിങ്ങൾ ആരെങ്കിലും 50% പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നിലയിൽ നിന്ന് ഓടുന്ന റണ്ണിങ് കണ്ടീഷനുള്ള ഒരു 2014 ജാഗ്വാറിലേക്ക് ഒരു മാൽ ഫംഗ്ഷൻ പോലും ഇല്ലാത്ത രീതിയിൽ ഇതിനെ നന്നാക്കി എടുത്ു. അതിന് എന്തോരം ചിലവ് വന്നു, അല്ലെങ്കിൽ ഇതിൽ എന്തെല്ലാം പാർട്സ് പോയിട്ടുണ്ടായിരുന്നു, അതിലെന്തെല്ലാം ശരിയാക്കി എടുത്തു, അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ എൻജിനെ പറ്റി ഞാൻ പറയാം. ഈ വെള്ളം കയറി അല്ലെങ്കിൽ പ്രളയത്തിൽ പെട്ടൊരു വണ്ടിയുടെ എൻജിൻ പോയിട്ടുണ്ടായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടിയല്ലേ, എൻജിനിൽ എന്തായാലും കംപ്ലൈൻറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ എൻജിനിൽ എന്താണ് ചെയ്തത് എന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഈ എൻജിൻ്റെ ഹെഡ് യൂണിറ്റ് തൊട്ട് താഴെ വരെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്തു, ഫുൾ വൃത്തിയാക്കി. ഓവറോൾ ഇതിൽ ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് വൃത്തിയാക്കി വീണ്ടും റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിനി ഒരു കംപ്ലൈൻറ്റ് പോലും പറയാനൊക്കില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ എൻജിൻ സ്പെസിഫിക്കേഷൻ ഒന്ന് പറയാം. 184 HP ആണ് ഈ എൻജിൻ വരുന്നതെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള പാർട്സിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത്, ഏതൊക്കെ പാർട്സ് മാറ്റിയെന്ന് ഞാൻ പറയാം. ഈ ഗ്രില്ല്, ഈ വണ്ടിയുടെ പഴയ ഫോട്ടോകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഗ്രില്ലിൻ്റെ ഇത്രയും ഭാഗം പൊട്ടിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രില്ല് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ 2 ഹെഡ്ലൈറ്റുകളും പോയായിരുന്നു, വെള്ളം കയറിയ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ഹെഡ്ലൈറ്റുകളും മാറ്റിയിട്ടുണ്ട്. അതും എല്ലാം ഇതിൽ മാറ്റിയിട്ടുള്ള പാർട്സ് എല്ലാം ജെന്യുവിൻ ആയിട്ടുള്ള പാർട്സ്, അതായത് ഫോറിൽ നിന്ന് ലണ്ടനിൽ നിന്നൊക്കെ വരുത്തിയ പാർട്സ് തന്നെയാണ് കയറ്റിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ സെൻസറുകളിൽ, ഇതെല്ലാം സെൻസറുകളാണ്, ആ സെൻസറെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ആ സെൻസറുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സേഫ്റ്റിക്ക് ഒരു വിഷയം വരാത്ത രീതിയിൽ സെൻസറുകളെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വൈപ്പറിൻ്റെ ഇലക്ട്രിക്കൽസ് പോയിട്ടുണ്ടായിരുന്നു, അതും കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റെയിൻ സെൻസിങ്, അതിൻ്റെ സെൻസർ വരുന്നത്, അതും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വരുമ്പോൾ വീതി കൂടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ സൈസ് തന്നെ ഒരു മാറ്റമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ കുറച്ചും കൂടി ലോ പ്രൊഫൈലാണ്, ബാക്കിലത്തെ ടയറാണെങ്കിൽ കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ സൈഡ് ലുക്കിൽ വരുന്നത്. പിന്നെ സൈഡിൽ വെളിയിൽ വരുന്ന ഭാഗങ്ങളൊന്നും മാറ്റേണ്ടി വന്നിട്ടില്ല, അതിലൊന്നും ഒരു കുഴപ്പങ്ങളും ഇല്ല. പിന്നെ സൈഡ് ലുക്കിൽ നോക്കട്ടെ, ഈ കളറും കൂടി ചേരുമ്പോൾ കേട്ടോ അടിപൊളിയാണ്. ഇനി നമുക്ക് ബാക്ക് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. റിയർ പ്രൊഫൈലിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. ഈ ടെയിൽ ലാമ്പ് 2ഉം മാറിയിട്ടുണ്ട്, അത് 2ഉം പോയിട്ടുണ്ടായിരുന്നു. വെള്ളം കയറുമ്പോൾ എന്തായാലും ഇലക്ട്രിക്കൽസ് പോകുമല്ലോ. പിന്നെ ബാക്കിൽ വരുന്ന സെൻസറുകളും മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ബൂട്ടുണ്ടല്ലോ, ബൂട്ട് തുറക്കാനും അടയ്ക്കാനും ഇതിനൊരു സെൻസറുണ്ട്, അതായത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ അടഞ്ഞ് പോകുന്ന ഒരു സെൻസറുണ്ട്. ഈ 2014 XF ഫോട്ടോ വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ജെന്യുവൻ പാർട്ട് തന്നെ വരുത്തി ആ രീതിയിൽ സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി, ആ സമയത്ത് തന്നെ ഞാൻ ഇതിൽ ഇലക്ട്രിക്കൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയെന്നും പറഞ്ഞുതരാം. ഇനി ഇൻറ്റീരിയറിനെ പറ്റി പറയാം. ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് പോയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം ലെതർ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഹൈ ക്വാളിറ്റി ലെതറാണ്, അതായത് നമ്മുടെ 2014 XF കമ്പനിയിൽ നിന്ന് ഏത് ടൈപ്പ് സ്റ്റിച്ചിലാണോ കിട്ടുന്നത് ആ സെയിം സ്റ്റിച്ച് ചെയ്ത്
ജെന്യുവിൻ ആയിട്ടുള്ള ലെതർ വെച്ചാണ് സീറ്റുകളും കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഓഡിയോയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അതും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, അത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ AC-യുടെ 1-2 സെൻസറുകൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീമിയം വണ്ടിയാകുമ്പോൾ എല്ലാവർക്കും അറിയാം ECM BCM അങ്ങനെയൊക്കെ കുറച്ച് ഇലക്ട്രിക്കൽസും ബോർഡുകളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ക്ലസ്റ്ററിൻ്റെ യൂണിറ്റ് മാറിയിട്ടുണ്ട്. ഷിഫ്റ്റിങ്ങിൻ്റെ ഇത്രയും ഒരു യൂണിറ്റാണ്, ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ AC നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും, ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ AC പൊങ്ങി വരുന്നൊരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ മോട്ടർ പോയിട്ടുണ്ടായിരുന്നു, അതും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലും എടുത്തു പറയാനായിട്ട് ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. പിന്നെ ഇതിൻ്റെ സൺറൂഫ് എന്ന് പറയുന്നതും പോയിട്ടുണ്ടായിരുന്നു, സൺറൂഫ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ സൺറൂഫും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതാ സൺറൂഫിനൊന്നും ഇപ്പോൾ ഒരു മെക്കാനിസത്തിൻ്റെ പ്രോബ്ലവും ഇല്ല. പിന്നെ വെള്ളം കയറിയൊരു വണ്ടി, സാധാരണ ഒരു വണ്ടിയേക്കാൾ വെള്ളം കയറിയ വണ്ടി ഓടിക്കുമ്പോൾ വ്യത്യാസം വരുമോ അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രശ്നമില്ല, ഞാൻ വേണേൽ ഇതൊന്ന് ഓടിക്കുകയാണ് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഓടിക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. സെൻട്രൽ ലോക്കിൻ്റെ ഞാൻ പറയാൻ വിട്ടു, ഈ സെൻട്രൽ ലോക്കിൻ്റെ സെൻസർ നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു, സെൻട്രൽ ലോക്കിൻ്റെ ഇത് പോയിട്ടുണ്ടായിരുന്നു, സെൻസറും അത് മാറിയിട്ടുണ്ട്. ഒരു വണ്ടി ഒരു സെർട്ടൺ സ്പീഡിലെത്തുമ്പോൾ സെൻട്രൽ ലോക്കും കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. ഇനി സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാർഷായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തോന്നുന്നില്ല. പവറിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എഞ്ചിൻ്റെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് ഒരു പ്രശ്നം ഇല്ലെന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒന്ന് ടൈറ്റായിട്ടുള്ള ടേണൊക്കെ വളച്ച് കൊടുത്താലും ഒരു കുഴപ്പവും വരുന്നില്ല. സാധാരണ ജാഗ്വാറിൻ്റെ ഫീൽ തന്നെ. പിന്നെ ജാഗ്വാറുകളുടെ ഡ്രൈവിനെ പറ്റി ഞാൻ പറയട്ടെ, ഒരു കപ്പലിൽ പോകുന്ന ഫീലാണ്. കാരണം ഇത്രയും നല്ല വീതിയൊക്കെ ഉള്ള വണ്ടിയാണ്. ഓടിക്കുമ്പോൾ അവർ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ ഓടിക്കണം. ഗിയർ ഷിഫ്റ്റും കറക്റ്റായിട്ട് തന്നെ വീഴുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇതിലെ ഡ്രൈവിങ്ങിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ സാധാരണ ജാഗ്വാർ ഓടിക്കുന്ന പോലെയാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമ്മുടെ മണിച്ചേട്ടൻ്റെ വണ്ടി ഇത്രയും നല്ല രീതിയിൽ ഓടിക്കാം, അതായത് മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്നൊരു വണ്ടി ഓടിക്കാൻ കിട്ടുന്ന തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഞാൻ മണിച്ചേട്ടൻ്റെ വലിയൊരു ആരാധകനാണ് ഇപ്പോഴും. അപ്പോൾ ഈ വണ്ടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഏത് രീതിയിലാണ് അത് മാറ്റിയത്, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാരാണ് ചെയ്തത്, ആ രീതിയിൽ കിടന്നൊരു വണ്ടി ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തത് ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ബാ, ഇത് വേറെ ആരും അല്ല, ഇത് എൻ്റെ അച്ഛൻ തന്നെയാണ്. നമ്മളാണ് ഈ വണ്ടി എടുത്ത് എല്ലാം സെറ്റ് ചെയ്തത്. ഇതിനൊത്തിരി ചിലവ് വരും, ഇത് നടക്കത്തില്ല, ഇത് ശരിയാക്കാൻ വലിയ പാടുള്ള കാര്യമാണ്. ഒത്തിരിയും പേര് അച്ഛനെടുത്ത് പറഞ്ഞില്ലായിരുന്നു. എന്നിട്ടും അച്ഛൻ ഇത് എടുക്കാൻ തോന്നിയ കാര്യം എന്താ? മണിച്ചേട്ടനില്ലാത്ത ഈ ലോകത്ത് മണിച്ചേട്ടൻ്റെ ജാഗ്വാറെങ്കിലും കാണുമ്പം മണിച്ചേട്ടനെ ഓർക്കും ആൾക്കാർ. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഞാനത് എക്സ്പെൻസ് നോക്കിയില്ല. അപ്പോൾ ഇത് അച്ഛന്, അതായത് ഇത് ശരിയാക്കുന്ന സമയത്ത് ഇതില് ഒരുപാട് പൈസ ചെലവായി. ആദ്യമായപ്പോൾ അച്ഛൻ ചിന്തിച്ചായിരുന്നു ഇത് വേണ്ട, ഇത് നടക്കത്തില്ല. അല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുണ്ട്. ആയെങ്കിൽ തന്നെയും ഒരുപാട് ടൈം, ഒരു 7 മാസത്തോളം ടൈമെങ്കിലും എടുത്താണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും തീർത്ത് ഇത് റണ്ണിങ് കണ്ടീഷൻ ഇതേ കണ്ടീഷനിലാക്കി എടുത്തത്. ഇതിന് എന്തോളം ചെലവ് വന്നിച്ചാ? ഇതിപ്പം ഇപ്പം ഈ വണ്ടി എടുത്ത ഉൾപ്പെടെ ഇതിൻ്റെ വർക്ക് വരെ ചെയ്ത ഉൾപ്പെടെയാണെങ്കിൽ എങ്ങനെയൊക്കെയാലും 20 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇതിനായിട്ടുണ്ട്. അതായത് ഒരു സാധാരണ ജാഗ്വാർ എടുക്കുന്നതിനൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.